വരുന്ന വഴിക്ക് കുറച്ച് സ്ത്രീകൾ നമ്മളെ കൈ കാണിച്ച് ബസ് നിർത്തിയല്ലോ. അവർ അംഗൻവാടി ടീച്ചേഴ്സാണ്. അവർ ഈ കുഞ്ഞുമക്കളെ നോക്കുന്ന പരിപാടി മാത്രമല്ല, സ്കൂളുകളിലൊക്കെ പോയി യുവാക്കൾക്കൊക്കെ ഒരു സന്ദേശം നൽകുന്ന പരിപാടി കൂടി അവർക്കുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പ്രതികരിക്കുന്ന ആളുകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബസ്സിന് കൈകാട്ടി നമ്മൾ നിർത്തി ഇറക്കുകയാണ്. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു യജ്ഞമാണ് നമ്മൾ നടത്തുന്നത്, അവർക്ക് അറിയാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുക്കത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. കാരണം ശരിക്കും നമ്മളൊരു 10 മണിയോടുകൂടി മുക്കത്ത് എത്തേണ്ടതായിരുന്നു. നല്ല രീതിയിലുള്ള ജനങ്ങളുടെ റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ നാട്ടിൽ നിന്ന് ലഹരി ഒഴിവാക്കുക, അല്ലെങ്കിൽ ലഹരിക്കെതിരെ ഒരു ശക്തമായ പോരാട്ടം നടത്തുക എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് ജനങ്ങൾ ഏറ്റെടുത്ത് നമ്മളോട് സഹകരിക്കുന്നുള്ളതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മലപ്പുറം നോമ്പിന്റെ കാലമാണ്. നോമ്പിന്റെ കാലത്ത് ആൾക്കാർ അങ്ങനെ പുറത്തിറങ്ങുന്നതും, പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണ്, നല്ല രീതിയിൽ ചൂടാണ്. ഈ ചൂടത്ത് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് കാരണം ജനങ്ങൾ അത്ര ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ്. ഉണിച്ചർ എന്ത് പറയുന്നു? നിശ്ചയമായും ഈ പ്രതികരണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ യഥാർത്ഥത്തിൽ അതൊരു അത്ഭുതകരമായ കാര്യമല്ല. കാരണം വെച്ചാൽ തുടക്കത്തിൽ നമുക്കതൊരു അത്ഭുതം തോന്നി, ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് ഇത്ര രാവിലെ തന്നെ നമ്മളെയും കാത്തു നിൽക്കുന്നത് എന്നൊക്കെയാണ്. പക്ഷെ അവരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയത്തിന്റെ വ്യാപ്തി അവർക്ക് നല്ല ബോധ്യമുണ്ട്. ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമുണ്ട്. അക്കാര്യത്തിൽ റിപ്പോർട്ടർ TV എടുക്കുന്ന ഇനിഷ്യേറ്റീവിനെ കുറിച്ച് ബോധ്യമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ ഈ സംരംഭത്തിന് കിട്ടി എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഒരു സന്ദേശവുമായി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് ജനപിന്തുണ കിട്ടാത്ത പക്ഷം ആ സന്ദേശം എവിടെ എത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളുടെ വാഹനം കടന്നു പോകുന്നത് ദേശീയപാതയിലൂടെയാണ്. പക്ഷേ ഈ ദേശീയപാതയിലേക്ക് ധാരാളമായി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ എത്തുകയും അവർ നമ്മളെ നന്നായി പിന്തുണയ്ക്കുകയും അതിനുശേഷം പിരിഞ്ഞു പോകുന്ന അവർ നമ്മളോട് പലപ്പോഴും വന്ന് പറയുന്നത് എന്താണ്? ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാതിരിക്കുക, കേരളം ഒട്ടാകെ ഈ സന്ദേശം നിങ്ങൾ എത്തിക്കണം, ഞങ്ങളും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആളുകളെ ഇത്തരമൊരു സന്ദേശത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ ഒരു ബോധത്തിന്റെ എന്താ പറയുക, ഒരു ബോധരൂപീകരണത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഈ ഒരു യാത്രയ്ക്ക് കഴിയുന്നു എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായിട്ടുള്ള കാര്യമാണ്. പ്രസാദ് എന്താണ് പറയുന്നത്? എങ്ങനെയാണ് പ്രസാദ് ഈ ഫീൽഡിൽ പോയപ്പോൾ അതിനെ മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ ആളുകളെ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് സാർ. ഇപ്പം നമ്മൾ പല സ്ഥലത്തും കാണുമ്പോഴുള്ള ആളുകളുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പം നമ്മൾ ആദ്യം നിന്ന മഞ്ചേരിയിൽ 100 കണക്കിന് ആളുകളാണ് ഇതിന്റെ ഭാഗമായി വന്നത്. പിന്നീട് അരീക്കോട്, അവിടെ ഹരിതകർമ്മസേനയുടെ ആളുകൾ, അതുപോലെ സാധാരണ ബസ് ജീവനക്കാർ അടക്കമുള്ളവർ, ഓട്ടോ തൊഴിലാളികൾ, അവരുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരിൽ വലിയൊരു വിഭാഗം ഇതിന്റെ പിടിയിലായി കഴിഞ്ഞു, അതൊരു വിപത്തിലേക്ക് പോകുന്നു എന്ന ഒരു ഭയം അവരുടെ മുഖത്തുണ്ട് എന്നതാണ്. അപ്പോൾ സാർ, കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായത്, നമ്മൾ പറഞ്ഞല്ലോ ലഹരിക്കെതിരായ പോരാട്ടം നമ്മളാണല്ലോ തുടങ്ങിയത്. അങ്ങനെ ഒരു ദൃശ്യമാധ്യമ നിലയിൽ നമ്മളത് ഏറ്റെടുത്ത് തുടങ്ങി. അതിനുശേഷം നമുക്ക് കിട്ടുന്ന വിവരങ്ങളെല്ലാം നമ്മൾ അറിയിക്കണം, നമ്മൾ പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞു. മിനിഞ്ഞാന്നാണ് ഒരമ്മ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് 71 വയസ്സുണ്ട്. അവരുടെ മകൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയറായി തിരിച്ചു വന്നു. അതേസമയത്ത് കുഴപ്പമൊന്നുമില്ല, അവർക്കിപ്പം മിലിറ്ററിയിൽ നിന്നുള്ള 4 കുപ്പി എങ്ങാനും കോട്ട കിട്ടും, അത് നേരത്തെ കുടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മദ്യം കുടിക്കുന്നില്ല. ആ മദ്യം കുടിക്കാതെ ആ മദ്യം വേറെ എവിടെയോ കൊണ്ട് വിൽക്കുന്നു. ആ വിറ്റതിന് ശേഷം രാത്രി കാലങ്ങളിലും മറ്റും ജോലിക്ക് പോലും പോകാതെ, ഒരു സെക്യൂരിറ്റിയായി ജോലി ചെയ്യാണ്, ജോലിക്ക് പോലും പോകാതെ ഈ MDMA ഉപയോഗിക്കുകയാണ് എന്നതാണ്. അതിനെ എതിർത്ത സമയത്ത് ഈ അമ്മയെ അതിഭീകരമായി അയാൾ അടിച്ചു, ഭാര്യയെ അടിച്ചു. ഒരു 4 വയസ്സുള്ള കുഞ്ഞുണ്ട്, ആ 4 വയസ്സുള്ള കുഞ്ഞിനെയും ഇയാൾ മർദ്ദിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അവരോട് പറയാം, നമുക്കതൊരു തരത്തിലും വാർത്ത ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. പക്ഷേ അവർ നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഓരോ ആളുകൾക്കും ഇപ്പോൾ പരമാവധി പറയാം പ്രസാദേ, അതാണ് ക്രൈമിന്റെ രൂപത്തിലേക്ക് ഇത് വന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു അപകടം. നമ്മൾ